നമസ്കാരം. 24 എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. ഇതുവരെ പുറത്തുവന്ന വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. ആദ്യം വീണ്ടും യുദ്ധഭീതി. ഇസ്രായേൽ ബന്ധമുള്ള കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു. പോർച്ചുഗീസ് പതാകയുള്ള MSC ഏരീസ് എന്ന ചരക്ക് കപ്പലാണ് പിടികൂടിയത്. സഹായത്തിനായി അമേരിക്ക യുദ്ധക്കപ്പലുകൾ അയച്ചിട്ടുണ്ട്. രാംകുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. രാംകുമാർ, ഏത് സമയവും ഇസ്രായേലിന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇസ്രായേൽ ബന്ധമുള്ള കപ്പൽ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഏത് തരത്തിലാണ് ഇറാന്റെ നടപടികൾ നീങ്ങുന്നത്? ഒപ്പം തന്നെ കപ്പൽ മോചിപ്പിക്കാനുള്ള നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പ്രവിത, ഇപ്പോൾ ഈ UAE-യിൽ നിന്ന് മുംബൈയിലേക്ക് ഉള്ള കപ്പലാണ് ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത് സോഡിയാക് എന്ന് പറയുന്ന ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടേതാണ് ഈ MSC ഏരീസ് എന്ന് പറയുന്ന കപ്പൽ. ഈ സോഡിയാക്കിൽ ഇസ്രയേലി ശതകോടീശ്വരനായ ഇയാൽ ഓഫറിന് പങ്കാളിത്തമുള്ള ഒരു കമ്പനിയാണ് ഈ സോഡിയാക്. അതാണ് ഇസ്രയേലിന് ഈ കപ്പലുമായുള്ള ബന്ധം. ഇറാൻ ഈ കപ്പൽ പിടിച്ചെടുത്തിരിക്കുന്നത് സമുദ്രാതിർത്തി ലംഘിച്ചു എന്ന ഒരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കപ്പൽ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇറാന്റെ നാവികസേന വിഭാഗം ഹെലികോപ്റ്ററിലെത്തി ഈ കപ്പലിലേക്ക് ഇറങ്ങുകയും അതിലെ ജീവനക്കാരെ ഭയപ്പെടുത്തി ഈ കപ്പൽ തങ്ങളുടെ ദിശയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേൽ അതിരൂക്ഷമായാണ് ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. മേഖലയിലെ സംഘർഷാവസ്ഥ വളർത്തുന്ന രീതിയിലാണ് ഇറാന്റെ പ്രകോപനമെങ്കിൽ അതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കപ്പലിൽ 2 മലയാളികളടക്കം ഇന്ത്യക്കാർ ഉൾപ്പെടെ ഉണ്ട് എന്ന ഒരു സൂചന ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കോഴിക്കോട് പാലക്കാട് സ്വദേശികളായ 2 മലയാളികളാണ് ഈ കപ്പലിൽ ഉള്ളതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. ഇതിന് സ്ഥിരീകരണമില്ല. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. അതേസമയം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം കുറച്ച് ദിവസങ്ങളായി വളരെ രൂക്ഷമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പലസ്തീനിൽ ഇസ്രയേൽ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങളുടെ പേരിൽ ഇറാൻ വളരെ പ്രതികരിച്ചിരുന്നു. മാത്രമല്ല, ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനകൾ, ഹിസ്ബുള്ള പോലെയുള്ള സായുധ സംഘടനകൾ ഇസ്രയേലിന് നേരെ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇതിനുള്ള ഒരു പ്രത്യാക്രമണം എന്ന തലത്തിൽ 2 ആഴ്ച മുമ്പ് ഇസ്രായേൽ ഈ സിറിയയിലെ ദമാസ്കസിൽ ഇറാന്റെ എംബസിക്ക് നേരെ ഒരു ആക്രമണം നടത്തുകയും ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ മുതിർന്ന കമാൻഡേഴ്സ് ഉൾപ്പെടെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് തിരിച്ചടി നൽകും എന്ന് ഇറാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നതനുസരിച്ച് ഏത് നിമിഷം വേണമെങ്കിലും ഇറാൻ ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം നടത്താൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം. പ്രതിരോധിക്കാനും അതുപോലെ തന്നെ തിരിച്ചടിക്കാനും ഉള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞതായി ഇസ്രായേലും പ്രതികരിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കപ്പൽ പിടിച്ചെടുത്തിരിക്കുന്നത്. പ്രവിത. ശരി, രാംകുമാർ സൂചിപ്പിച്ചതുപോലെ ഏത് സമയവും ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇത് മുന്നിൽ കാണുന്നുണ്ട് ഇസ്രായേൽ. ഈ ഒരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഇസ്രായേൽ കൂടുതൽ പ്രതിരോധം തീർത്തിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇസ്രായേൽ ബന്ധമുള്ള കപ്പൽ ഇപ്പോൾ സമുദ്രാതിർത്തി ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇറാൻ പിടിച്ചെടുത്തിരിക്കുന്നത്. വിവരങ്ങളാണ് രാംകുമാർ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. പാലക്കാട് മലമ്പുഴയിൽ പരുക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാന ചരിഞ്ഞു. വൈകിട്ട് 5 മണിക്ക് മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ട്രെയിൻ പാളം മുറിച്ചു കടക്കുന്നതിനിടെ ബുധനാഴ്ചയാണ് കാട്ടാന അപകടത്തിൽപ്പെട്ടത്. പോസ്റ്റ്മോർട്ടം നാളെ നടക്കും. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. നിഖിൽ, ട്രെയിൻ തട്ടിയല്ല ഈ ആനയ്ക്ക് പരുക്കേറ്റതെന്ന് മുൻപ് തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നതാണ്. ഈ വെള്ളവും ഒപ്പം തന്നെ ഭക്ഷണവും എല്ലാം എത്തിച്ചിരുന്നു. അവശനിലയിലായിരുന്നു ആന. ഇപ്പോൾ ചരിഞ്ഞു. മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ്? പ്രവിത, ഈ ആനയുടെ ജീവൻ തിരികെ പിടിക്കാൻ വേണ്ടി പരമാവധി ശ്രമങ്ങൾ വനവകുപ്പിന്റെ അടക്കം ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ബുധനാഴ്ച പുലർച്ചെയാണ് ഈ ആന അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. 6 കാട്ടാനകൾക്കൊപ്പം ജനവാസ മേഖലയിൽ നിന്ന് ഈ റെയിൽപാളം മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഏറ്റവും പുറകിലുണ്ടായിരുന്ന ഈ കാട്ടാനയ്ക്ക് പരിക്കേൽക്കുന്നത്. ട്രെയിൻ ഇടിച്ചിട്ടില്ല എന്നായിരുന്നു തൃശ്ശൂരിൽ നിന്നുള്ള വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് അടക്കം വ്യക്തമാക്കിയിരുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് ഈ നേരിട്ട് ട്രെയിൻ ഇടിച്ചതിൻ്റെ പരിക്കുകളൊന്നും തന്നെ ആനയുടെ ശരീരത്തിലില്ല എന്നുള്ളതായിരുന്നു. എന്തായാലും ഇതിന് പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്ക് വളരെ ഗുരുതരവുമായിരുന്നു. ആന്തരികമായിട്ടുള്ള പരിക്കാണ് ഉണ്ടായിരുന്നത്. അതാണിപ്പോൾ ഈ മരണത്തിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഏതാണ്ട് ഇവിടെ നിന്ന് അല്പം ദൂരെയാണ് ട്രെയിൻ ഇടിച്ച കോട്ടപ്പാടം റെയിൽവേ സ്റ്റേഷൻ പരിസരം എന്ന് പറയുന്നത്. ഇവിടുന്ന് കുറച്ച് അകലമാണ്. അവിടെ നിന്ന് നടന്നാണ് ഈ റോഡ് ക്രോസ് ചെയ്താണ് ആന ഇവിടേക്ക് എത്തിയത്. പക്ഷെ ഇവിടെ എത്തുമ്പോഴേക്കും തന്നെ ഇതിൻ്റെ ആരോഗ്യനില വളരെയധികം മോശമാവുകയും ആനയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമൊക്കെ രൂപപ്പെടുകയായിരുന്നു. തുടർന്ന് ഒരുപാടധികം സമയം ഇവിടുന്ന് എഴുന്നേൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. വനംവകുപ്പ് ഏറ്റവും നല്ല ചികിത്സ ഇവിടെ ലഭ്യമാക്കി. തൃശ്ശൂരിൽ നിന്നുള്ള കൂടുതൽ ഡോക്ടർമാർ, ഡോക്ടർ ഡേവിഡ് അടക്കം കൂടുതൽ ആളുകൾ ഇവിടെ എത്തി അതിനെ പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഭക്ഷണ സാധനങ്ങളൊക്കെ നൽകി നോക്കി. പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് മരണം സ്ഥിരീകരിച്ചത്. ഇനിയിപ്പോൾ നാളെ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം ഉണ്ടാകും. നമ്മളോടൊപ്പം വാളയാർ റേഞ്ച് ഓഫീസർ ചേരുന്നുണ്ട്. പരമാവധി ശ്രമം നടത്തി നോക്കിയില്ലേ നമ്മൾ ഇതിനെ തിരികെ കൊണ്ടുവരാൻ? അതെ, വളരെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയായിപ്പോയി. കാരണം നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു. പക്ഷേ ഇത് ഡോക്ടർ ഒരു മണിക്കൂർ മുമ്പ് വന്ന് നോക്കിയിരുന്നു, പരിശോധിച്ചിരുന്നു. നമ്മൾ വേണ്ട ഫ്ലൂയിഡും മറ്റേ പെയിൻ കില്ലറെല്ലാം കൊടുത്ത് നോക്കി. പിന്നെ അവസാനം മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇപ്പം ഇത് ഇവിടെ അങ്ങനെ കിടക്കുന്ന ദിവസം നമ്മൾ വ്യാഴാഴ്ചയാണ് ഇവിടേക്ക് എത്തിയത്. അപ്പം മുതൽ ഒരു പ്രതീക്ഷ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഇത് രക്ഷപ്പെടുന്നു? തീർച്ചയായും പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കൊടുക്കുന്ന ചികിത്സാ രീതി അത്രയും ബെസ്റ്റായിരുന്നു. കാരണം നല്ലൊരു മെഡിക്കൽ ടീം ഉണ്ടായിരുന്നു, കൂടാതെ നല്ല സ്റ്റാഫ് സപ്പോർട്ട് ഉണ്ടായിരുന്നു, കൂടാതെ ജനങ്ങളുടെ സപ്പോർട്ടും നല്ല രീതിയിലുണ്ടായിരുന്നു. കാരണം ഈ ജനങ്ങൾ അനാവശ്യമായിട്ട് ഇവിടെ വരികയോ ഒരു ഇൻ്റർഫിയറൻസും ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ സപ്പോർട്ടായിരുന്നു. രാത്രി ഇതിനെ തേടി ആനകളൊക്കെ ഇവിടെ വന്നു? ഉണ്ടായിരുന്നു. ഈ ഭാഗത്തുണ്ടായിരുന്നു, ഈ ആനകളുണ്ടായിരുന്നു, ഈ ഭാഗത്തുണ്ടായിരുന്നു. അതായത് ഈ ആന ഇവിടെ വളരെ മോശം അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിന്റെ ഒപ്പം ഉണ്ടായിരുന്ന കാട്ടാനകൾ ഇവിടേക്ക് തിരഞ്ഞെത്തുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം. ഇനിയിപ്പോൾ നാളെ ഇവിടെ തന്നെ ഒരു കുഴിയെടുത്ത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ JCB ഉപയോഗിച്ചുകൊണ്ട് കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ കുഴിയെടുത്ത് മറവ് ചെയ്യാനാണ് തീരുമാനം. രാവിലെ തന്നെ, വിഷു ആയതുകൊണ്ട് തന്നെ നാളെ രാവിലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും ഉണ്ടാകും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. മലമ്പുഴയിൽ പരുക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാന ചൊരിഞ്ഞു. വൈകിട്ട് 5 മണിയോടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. കാട്ടാനയെ നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിക്കുമെന്നാണ് നിഖിൽ പ്രമേഷ് നൽകിയ വിവരം. മറ്റു വാർത്തകൾ നോക്കാം. മുറിവേറ്റ് അതിജീവനം. നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അട്ടിമറിയിൽ രൂക്ഷമായി പ്രതികരിച്ച അതിജീവിത കോടതിയിൽ പോലും സ്വകാര്യത സംരക്ഷിക്കപ്പെട്ടില്ല എന്നും കോടതിയിൽ നിന്ന് ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരാണെന്നും സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിചാരണ കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും അതിജീവിത തുറന്നടിച്ചു. കോടതിയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം അതിജീവിതയ്ക്ക് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇത് ലഭിച്ചതിന് പിന്നാലെയാണ് രൂക്ഷമായ പ്രതികരണം ഉണ്ടായത്. കോടതിയിൽ പോലും സ്വകാര്യത സംരക്ഷിക്കപ്പെട്ടില്ലെന്നും കോടതിയിൽ നിന്ന് ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരാണെന്നും അവർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തനിക്ക് മുറിവേറ്റപ്പോൾ അഹങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച നീചരാണ്. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ പലവട്ടം മാറിയതിലൂടെ നിഷേധിക്കപ്പെട്ടത് തനിക്ക് ഈ രാജ്യത്തെ ഭരണഘടന അനുവദിച്ച അവകാശമാണെന്നും അതിജീവിത കുറ്റപ്പെടുത്തുന്നു. അതേസമയം സത്യസന്ധരായ ന്യായാധിപരുടെ കാലം അവസാനിച്ചെന്ന് കരുതുന്നില്ലെന്നും നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്നും അൺഫെയർ ആൻഡ് ഷോക്കിംഗ് എന്ന തലക്കെട്ടിൽ എഴുതിയ കുറിപ്പിൽ അതിജീവിത വ്യക്തമാക്കി. ഇതിനിടെ കേസിൽ ആക്രമണത്തിനിരയായ നടിയെ പിന്തുണച്ച ഉമാ തോമസ് MLA അടക്കം നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. പ്രതിഷേധം ശക്തമായതോടെ തൃശൂർ പൂരം ആനയെഴുന്നള്ളത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഉത്തരവ് തിരുത്തി നടപടി. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ സർക്കുലർ തിരുത്താൻ വനമന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശം നൽകി. ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി പുതിയ സർക്കുലർ ഇറക്കാൻ നിർദ്ദേശം. സർക്കാർ ഇടപെടലോടെ പൂരം നടത്തിപ്പിനുള്ള പ്രതിസന്ധി അവസാനിച്ചതായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ അറിയിച്ചു. തൃശൂർ പൂരത്തിന് കൊടിയേറുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയുള്ള ഉത്തരവ് ദേവസ്വങ്ങൾക്ക് ലഭിക്കുന്നത്. പ്രതിഷേധം ശക്തമായതോടെ റവന്യൂ മന്ത്രി K രാജൻ ഇടപെട്ടു. ഉത്തരവ് തിരുത്തുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പ്രഖ്യാപിച്ചതോടെ ആശ്വാസം. വിവിധ ദേവസ്വം ബോർഡുകൾ കാണിച്ചിട്ട് ഉത്കണ്ഠയുണ്ട്, പൊതുസമൂഹം കാണിച്ചിട്ട് ഉത്കണ്ഠയുണ്ട്. ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന കൂടിയാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു തീരുമാനമെടുത്തിട്ടുള്ളത്. ആനകളുടെ 50 മീറ്റർ ചുറ്റളവിൽ മേളക്കാർ ഉൾപ്പെടെ ആൾക്കൂട്ടം പാടില്ലെന്ന നിബന്ധനയായിരുന്നു പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയത്. എന്നാൽ സർക്കാർ ഇടപെടലിൽ തിരുത്തൽ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചതോടെ നടപടിയിൽ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു ദേവസ്വങ്ങൾ. നിർദ്ദേശം പിൻവലിച്ചില്ലെങ്കിൽ ആനകളെ വിട്ടുനൽകില്ലെന്ന നിലപാടെടുത്ത ആന ഉടമകളും ഒടുവിൽ അയഞ്ഞു. അങ്ങനെ പ്രതിസന്ധികളില്ലാതെ തൃശൂർ
പൂരത്തിനൊരുങ്ങി. മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ സുരക്ഷ ഉറപ്പാക്കിയുള്ള പൂരമാകും ഇക്കുറിയും നടക്കുക. 24 തൃശൂർ. തൃശൂർ പൂരത്തിന് കൊടിയേറി. തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറ്റ് നടന്നു. രാത്രി നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ കൂടി കൊടി ഉയർന്നതോടെ എല്ലാ ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റ് പൂർത്തിയാകും. ഇനി കണ്ണും കാതും തൃശ്ശൂരിലേക്കാണ്. പൂരങ്ങളുടെ പൂരത്തിന് ഇനി 5 ദിവസം. ഇന്ന് ഒരു പൂരക്കാലത്തിനു കൂടി തൃശൂർ കൊടിയേറ്റി. നൂറുകണക്കിന് പൂരപ്രേമികളെ സാക്ഷിയാക്കിയായിരുന്നു കൊടിയേറ്റം. തൃശൂർ പൂരത്തിന്റെ ഘടകക്ഷേത്രങ്ങളിലൊന്നായ ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലാണ് ആദ്യം പൂരം കൊടിയേറിയത്. തുടർന്ന് തൃശൂർ പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറ്റ് നടന്നു. 11:30 തിരുവമ്പാടിയിൽ തട്ടകക്കാർ ചേർന്ന് കൊടിമരം ഉയർത്തി. ആയിരക്കണക്കിന് ഭക്തജനങ്ങളും പൂരപ്രേമികളും ഒഴുകിയെത്തി ഇന്നത്തെ കൊടിയേറ്റം എന്ന ഈ ആഘോഷം അതിമനോഹരമാക്കി. ഇന്ന് തൊട്ട് തുടങ്ങി ഇനി പൂരം കഴിഞ്ഞ് ഇവിടെ ഉത്തരമുളക്കം കഴിഞ്ഞ് കൊടിയേറ്റം സമാപിക്കുന്നവരെ എല്ലാവരും ഈ പൂരത്തിന്റെ ആവേശത്തിൽ തന്നെയാണ്. ശേഷം 12 മണിയോടെ പാറമേക്കാവിലും പൂരം കൊടിയേറി. പൂരം കൊടിയേറിയതോടെ തൃശൂർ നഗരം പൂർണ്ണമായും പൂരാവേശത്തിലേക്ക് കടന്നു. 17-ന് വൈകിട്ടാണ് സാമ്പിൾ വെടിക്കെട്ട്. 19-നാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. വലിയ ആവേശത്തിലാണ് തൃശൂർ ഉള്ളത്. തൃശൂരിൽ നിന്നും സൂരജ്, 24. നന്ദി പറഞ്ഞ് അബ്ദുൾ റഹീം. സൗദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് ധനസമാഹരണം ലക്ഷ്യം കണ്ടത് 24-നും അഭിമാന നിമിഷം. സന്തോഷം പങ്കുവയ്ക്കാൻ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ കോഴിക്കോട് ഫറോക്കിലെ അബ്ദുൾ റഹീമിന്റെ കുടുംബ വീട്ടിലെത്തി. ജയിലിൽ നിന്ന് ഫോണിൽ ബന്ധപ്പെട്ട അബ്ദുൾ റഹീമിന്റെ ശബ്ദം 24-ലൂടെ ലോകം കേട്ടു. ധനസമാഹരണത്തിന് 24 ക്യാമ്പയിൻ നടത്തിയിരുന്നു. ഒരു വലിയ ദൗത്യത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം നേരിട്ടറിയിക്കാനാണ് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഫറൂഖിലെ വീട്ടിലെത്തിയത്. ഒരാഴ്ച മുമ്പ് നിറകണ്ണുകളോടെയാണ് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ ഫാത്തിമ ഉമ്മ എത്തിയത്. ഇന്ന് ആ മുഖത്ത് പുഞ്ചിരി വിടർന്നു. അബ്ദുൾ റഹീം ജയിൽ മോചിതനായി ഫറൂഖിലെ വീട്ടിലെത്തി ഉമ്മയെ കാണും വരെ 24 ഒപ്പമുണ്ടാകുമെന്ന് ആർ ശ്രീകണ്ഠൻ നായരുടെ ഉറപ്പ്. നമ്മുടെ ജിദ്ദയിലുണ്ടായിരിക്കുന്ന സമിതിയുടെ ചെയർമാൻ ആലിംഗിൽ മുഹമ്മദ് സാർ, അദ്ദേഹം നമ്മുടെ 24ന്റെ ചെയർമാൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ റഹീമിനെ ഉമ്മയുടെ അടുത്തെത്തിയിട്ടേ നമ്മൾ നിന്ന് പിൻവാങ്ങുന്നതാണ്. എത്ര ആഴ്ചയായാലും 2 മാസം അവിചാരിതമായി സൗദിയിലെ ജയിലിൽ നിന്നും അബ്ദുറഹീമിന്റെ ഫോൺ കോൾ. തന്നെ സഹായിച്ചവരോടുള്ള അകമഴിഞ്ഞ നന്ദി റഹീം 24-ലൂടെ പങ്കുവച്ചു. ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് ആൾക്കാർ അറിയുന്നവർ എല്ലാവർക്കും ബാങ്കിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട്. ഉമ്മയുടെ എന്തെങ്കിലും ഒന്ന് പറയൂ റഹീം, ഉമ്മ കേട്ടോണ്ടിരിക്കുക. ഇത് ഞാൻ വിളിക്കാം ഉമ്മാനെ. ഇതിന്റെ ബാങ്കിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രവർത്തിക്കും. കഴിക്കാൻ വേണ്ടി റഹീമിന് ഇനി കരയേണ്ടി വരത്തില്ല കേട്ടോ. സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ അവിടെ ആലിംഗൽ മുഹമ്മദ് അദ്ദേഹം ഉണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ട്. അവരെല്ലാവരും പണിപ്പെടുന്നുണ്ട്. എത്രയും ദിവസങ്ങൾ കുറച്ച് റഹീമിനെ ഈ നമ്മുടെ ഫറൂഖിൽ ഉമ്മയുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടി. 18 വർഷം മകനെ കാത്തിരുന്ന വേദന ഒരമ്മയ്ക്ക് മാത്രമേ മനസ്സിലാകൂ എന്ന് ഫാത്തിമ ഉമ്മയെ കാണാനെത്തിയ ഉഷാ ശ്രീകണ്ഠൻ നായരും പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ആലോചിക്കും, ഈ 18 വർഷം അമ്മ എങ്ങനെ തള്ളി നീക്കിന്ന്. ഓരോ നിമിഷവും ഒരമ്മയ്ക്ക് മാത്രമേ ആ വേദന അറിയൂ. ശരിക്കും എനിക്കൊന്നും പറയാനില്ല. അസാധ്യമെന്ന് തോന്നുന്ന കാര്യമാണ് മലയാളികൾ തോളോട് തോൾ ചേർന്ന് സാധ്യമാക്കിയതെന്ന് 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ്. മലയാളികളുടെ സ്നേഹം, ഇത്തരം കാര്യത്തിലുള്ള ഐക്യം, ഇതൊക്കെയാണ് ശരിക്കും ഒരു റിയൽ കേരള സ്റ്റോറി ആയിട്ട് നമ്മൾ എടുത്തു പറയേണ്ടതും എടുത്തു കാണിക്കേണ്ടതും. ഈ പൈസ സമാഹരിക്കാനുള്ള വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് 6 മാസം സമയമാണ് അതിന് കൊടുത്തിരുന്നത്. ആ സമയത്ത് ആ 6 മാസമാണ് ഏപ്രിൽ 16-ാം തീയതി
തീരാൻ പോകുന്നത്. സമാഹരിച്ച 34 കോടി രൂപ സൗദിയിൽ റഹീമിന്റെ പരിചരണത്തിരിക്കെ മരിച്ച ബാലന്റെ കുടുംബത്തിന് കൈമാറും. ഇതിനുള്ള നടപടികൾ ഉടൻ തുടങ്ങും. തിങ്കളാഴ്ച എംബസി ഉദ്യോഗസ്ഥരും ജനകീയ കൂട്ടായ്മ പ്രതിനിധികളും അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഇരുവിഭാഗവും കോടതിയെ സമീപിക്കും. കോടതി വധശിക്ഷ റദ്ദാക്കി ഉത്തരവിട്ട ശേഷം പണം കൈമാറും. നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ 2 മാസമെങ്കിലും സമയമെടുക്കും. 24 കോഴിക്കോട്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. കോട്ടയം പൈക 7 മൈലിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ 7 വയസ്സുകാരിക്ക് പാമ്പുകടിയേറ്റു. കോട്ടയം സ്വദേശികളായ അരുൺ ആര്യ ദമ്പതികളുടെ മകൾ ആത്മജ മരിച്ചു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, എന്താണ് സംഭവിച്ചത്? ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. സമീപത്തുള്ള വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടി. അവിടെ വെച്ച് പാമ്പ് കടിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൃതദേഹം പാലാ ജനറൽ ആശുപത്രിയിൽ ആണ് ഇപ്പോൾ ഉള്ളത്. കുരുവിക്കോട് SDLP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആത്മജ. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ 7 മൈലിൽ ആണ് ഇവർ കുടുംബമായിട്ട് താമസിക്കുന്നത്. എന്തായാലും അണലിയാണ് കടിച്ചത് എന്നുള്ള ഒരു സംശയമാണ് ഉള്ളത്. സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. ശരി, പാലാ പൈകയിലാണ് 2ാം ക്ലാസ് വിദ്യാർത്ഥിയെ പാമ്പ് കടിച്ചത്. പാമ്പ് കടിയേറ്റ കുട്ടി മരിച്ചു. നോക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. In association with Durashine Roof and Wall Sheets, ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. Elance 0% പണിക്കൂലി, 100% സന്തോഷം. Al Muqtadir Jewelry Group, India, UAE. കോഴിക്കോട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ UDF പ്രവർത്തകരുടെ കയ്യേറ്റം. പൊതുസ്ഥലത്ത് സ്ഥാപിച്ച കൊടിതോരണങ്ങൾ മാറ്റാൻ ആവശ്യപ്പെട്ടതാണ് മർദ്ദനത്തിന് കാരണം. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നു. സമീർ, എന്താണ് ഇവരെ പ്രകോപിപ്പിച്ചത്? എന്താണ് നിലവിലെ സാഹചര്യം? വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പരിപാടിയായിരുന്നു മൊയ്പോത്തും ഉണ്ടായിരുന്നത്. മൊയ്പോത്ത് ടൗണിൽ വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു അനിഷ്ട സംഭവം ഉണ്ടായിരിക്കുന്നത്. ആ മേഖലയിൽ സ്ഥാപിച്ചിട്ടുള്ള, അതായത് റോഡിന്റെ ഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള കൊടിതോരണങ്ങളെല്ലാം തന്നെ മാറ്റണം എന്നുള്ള ആവശ്യമാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത്. എന്നാൽ അത് മാറ്റാൻ തയ്യാറാകാത്തതുമായി ബന്ധപ്പെട്ട് വാക്കേറ്റം ഉണ്ടാകുന്നു. അത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 4 ഉദ്യോഗസ്ഥരാണ്, പേരാമ്പ്ര സ്ക്വാഡിൽ നിന്നുള്ള 4 ഉദ്യോഗസ്ഥരാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. 3 ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഒരു ഫോട്ടോഗ്രാഫറും ഉൾപ്പെടെ 4 പേരാണ് ഉണ്ടായിരുന്നത്. ഇവർക്കെതിരെയാണ് ഇത്തരത്തിലുള്ള കയ്യേറ്റം ഉണ്ടായിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ ഉദ്യോഗസ്ഥർക്കെതിരെ കയർക്കുകയും പിന്നീട് കയ്യാങ്കളിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ആ വാഹനത്തിനെതിരെയും അക്രമം ഉണ്ടാകുന്ന സംഭവം ഉണ്ടാകുന്നു. അതിനൊടുവിൽ ആണ് പിന്നീട് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും എത്തിക്കൊണ്ട് അനുനയിപ്പിച്ചുകൊണ്ട് ആ വിഷയം അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. നിലവിൽ ഈ ഉദ്യോഗസ്ഥർ പോലീസിൽ പരാതി നൽകിയിട്ടില്ല. ഈ അനിഷ്ട സംഭവത്തിൽ ഇവരുടെ പരാതി ലഭിച്ചാൽ തുടർ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് മേപ്പയ്യൂർ പോലീസ് വ്യക്തമാക്കുന്നത്. കോഴിക്കോട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് UDF പ്രവർത്തകരുടെ മർദ്ദനം. വിവരങ്ങളാണ് സമീർ സി മുഹമ്മദ് നൽകിയത്. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. മലയാള സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിനെ ചൊല്ലി FEFCAയും PVR സിനിമാസുമായുള്ള തർക്കം പരിഹരിച്ചു. വ്യവസായി MA യൂസഫലിയുടെ മധ്യസ്ഥതയിൽ സിനിമാ സംഘടനകളും PVR അധികൃതരും ഓൺലൈനായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, സിനിമാ പ്രവർത്തകരെ സംബന്ധിച്ച് ആശ്വാസകരമായ തീരുമാനമല്ലേ? പ്രവിത, തീർച്ചയായും. കാരണം കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് മലയാള സിനിമ കടന്നുപോയത്. ഏകദേശം ഇന്ത്യയിലെ 1500ഓളം വരുന്ന PVR സിനിമാസിന്റെ സ്ക്രീനിൽ മലയാള സിനിമകൾ പൂർണ്ണമായും ബഹിഷ്കരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. പ്രൊജക്ട് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഇതിൽ അവർ ഉയർത്തിക്കാട്ടിയത്. പ്രൊഡ്യൂസേഴ്സും അതോടൊപ്പം PVRും തമ്മിലുള്ള ചില തർക്കങ്ങൾ ആണ് ഈ ബഹിഷ്കരണത്തിന് കാരണമായത്. പക്ഷേ ഇന്ന് സിനിമാ സംഘടനകൾ വലിയ പ്രതിഷേധമായി രംഗത്തെത്തി. പ്രത്യേകിച്ച് FEFCA പോലുള്ള സംഘടനയാണ് അതിന് ആദ്യം മുൻകൈയെടുത്തത്. ഒരു തരത്തിലും PVRന്റെ നിലപാടിനെ അംഗീകരിക്കാനാവില്ല. ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായി മാറും എന്നുള്ളതായിരുന്നു FEFCAയുടെ തീരുമാനം. അതോടൊപ്പം തന്നെ തെരുവിലേക്ക് ഉൾപ്പെടെ പ്രതിഷേധം നീട്ടാനുള്ള ഒരു തീരുമാനവും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് MA യൂസഫലി ഈ വിഷയത്തിൽ ഇടപെട്ടത്. PVR ലുലുവിൽ പ്രവർത്തിക്കുന്ന PVRുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ചർച്ച നടന്നത്. എന്തായാലും പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ FEFCAയുടെ ഔദ്യോഗിക വാർത്താ സമ്മേളനം നടക്കും. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു.